ഞാൻ ചോദിക്കുന്നത് ആദ്യം CAA, പിന്നെ സെൻസസ്, അത് കഴിഞ്ഞാൽ NRC, എല്ലാ ചിതൽപുറ്റുകളെയും പുറത്താക്കും. അമിത്ഷായുടെ ഈ സ്റ്റേറ്റ്മെന്റ് താങ്കൾ ഓൺ ചെയ്യുന്നുണ്ടോ അതോ തള്ളിക്കളയാണോ? അല്ല, അമിത്ഷാ അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, CAA വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പോലും ഒരാളെയും പുറത്താക്കുക എന്ന് പറയുന്ന ഒരു നയം ഇല്ലല്ലോ സാർ. ഞാൻ ചോദിച്ചതാണ്, താങ്കൾക്ക് ഈ പ്രസംഗത്തിൽ ലിങ്ക് ഞാനിപ്പോൾ അയച്ചുതരും. ഈ പ്രസംഗത്തിലല്ല, ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ലിങ്ക് അയച്ചുതരും. ആഖ്യാനവും നടത്തുക എന്നുള്ളത് പ്രഹസനം എന്നേ എനിക്ക് പറയാനുള്ളൂ. അതിലെങ്ങനെ ആഖ്യാനം നടത്തുക? NRC നടപ്പിലാക്കിയിട്ടില്ലല്ലോ. നടപ്പിലാക്കാത്ത കാര്യവും നടപ്പിലാക്കുന്ന കാര്യവും തമ്മിൽ വരുന്ന സമയത്ത് നടപ്പിലാക്കാത്ത മുൻകൂട്ടിയിട്ട് പ്രളയം വരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രളയം വരുന്നു എന്ന് പറയുന്നത് പോലെയല്ലേ സാർ? ഞാൻ പറയുന്നത് അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. ആപ് ക്രോണോളജി സംജിയെ പെഹലെ CAA ആയേഗ, പിന്നെ അത് കഴിഞ്ഞ് NRC വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. NRC വരുമ്പോൾ ചിതൽപുറ്റുകളെ പുറത്താക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് തർക്കമുണ്ടെങ്കിൽ ഞാൻ താങ്കൾക്ക് ലിങ്ക് അയച്ചു തരാം. 2019 CAA പ്രക്ഷോഭകാലത്താണ് അമിത്ഷാ അങ്ങനെ പ്രസംഗിക്കുന്നത്. NRC അസമിൽ നടപ്പിലാക്കിയതാണ്. 1 കോടിയിലധികം ആളുകൾ പുറത്തുപോയതാണ്. വീണ്ടും ഇളവുകളോടെ നടത്തിയപ്പോൾ 19 ലക്ഷം പേര് പുറത്തുപോയതാണ്. ആ പുറത്തുപോയതിൽ 19 ലക്ഷത്തിൽ 5 ലക്ഷം പേർ മുസ്ലിങ്ങളും ബാക്കി 14 ലക്ഷം പേർ നോൺ മുസ്ലിംസും ആയിരുന്നു. അപ്പോഴാണ് ഇനി ഒരു നിവൃത്തിയില്ല, ഇങ്ങനെ ഒരു CAA കൊണ്ടുവന്നാൽ അല്ലാതെ അവരെ നിലനിർത്താൻ പറ്റില്ല എന്ന് മനസ്സിലാവുകയും CAA കൊണ്ടുവന്ന് നോൺ മുസ്ലിംസിനല്ലാത്ത എല്ലാവർക്കും ഇവിടെ നിൽക്കാം, മുസ്ലിംസിൻ്റെ പൗരത്വം മാത്രമേ സാങ്കേതികമായി പ്രശ്നമാവും നിങ്ങൾ സ്ഥാപിക്കുന്നത്. ഇതറിയാത്തവരായിട്ട് ഇന്ത്യയിൽ ആരും പത്രം വായിക്കുന്നവരില്ല. അപ്പോൾ നിങ്ങളുടെ NRC നിങ്ങളുടെ പ്ലാനിലുണ്ടോ ഇല്ലയോ? അമിത്ഷായെ താങ്കൾ പ്രിന്റു മഹാദേവ് എന്ന BJP ലീഡർ അമിത്ഷായെ തള്ളുകയാണോ കൊള്ളുകയാണോ? അത് പറയാമോ? നമുക്ക് അടുത്തതിലേക്ക് കിടക്കായിരുന്നു. അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ CAA വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. നടപ്പിലാക്കാത്ത ഒരു വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് ചർച്ച പറയാനോ അഭിപ്രായം പറയാനോ നിങ്ങളുടെ ഒരു 3 ഫേസ് പദ്ധതിയാണിത്. ഇതൊരു 3 ഫേസ് പദ്ധതിയാണ്. അതുണ്ടെന്നാണ് അമിത്ഷാ പറയുന്നത്. ഞാൻ അമിത്ഷായ്ക്ക് വേണ്ടി എനിക്കിപ്പോൾ അമിത്ഷായോട് ചോദിക്കാൻ നിർവാഹമില്ല, ഞാൻ പ്രിന്റിനോട് ചോദിക്കുകയാണ്. അമിത്ഷാ പറയുന്നു ഞങ്ങളുടെ പദ്ധതി ഇതാണെന്ന്. ആ പദ്ധതിയുടെ വേരുകൾ കാണാൻ നേരെ പുറകിലേക്ക് പോയാൽ MS ഗോൾവൽക്കറുടെ പുസ്തകത്തിലും കാണാൻ പറ്റും. ഇപ്പോൾ 2019 നിന്നുകൊണ്ട് അമിത്ഷാ പറയുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഈ നുഴഞ്ഞുകയറ്റക്കാരെ ചിതൽപുറ്റുകളെ പുറത്താക്കലാണെന്ന്. അമിത്ഷായെ പ്രിന്റു മഹാദേവ് ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അതോ അദ്ദേഹം വെറുതെ ഒരു തമാശകൾ നിങ്ങൾ വിചാരിക്കുന്നത്? പാർട്ടിയുടെ നയമനുസരിച്ച് പാർട്ടിയുടെ സമാരാധനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി ഓൾ ഇന്ത്യ പ്രസിഡന്റ് പറയുമ്പോൾ അതിൽ യുക്തിസഹമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ അത് പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. എന്ന് വെച്ചാൽ ചർച്ച എന്ന് പറയുന്നത് CAA യുമായി ബന്ധപ്പെട്ടത്. അതിലേക്ക് നിങ്ങൾ NRC കൊണ്ടുവരല്ലേ?